രണ്ടാമത് അത് കാരണം അവർക്ക് ലീക്കായി പോണത് അവർ അറിഞ്ഞിട്ടേ ഇല്ല ഇതുവരെ. 20,000 ബില്ല് വരിക എന്നൊക്കെ പറയുമ്പോ അതിന്റെ മുമ്പ് വന്നത്ര 8 സംതിങ്. അതിൽ ഓലും എന്ത് ചെയ്തു, മീറ്റർ മാറ്റി വെച്ചു. മീറ്റർ മാറ്റി വെച്ചപ്പോ വന്നതാണ് 20. എന്നിട്ട് അതിന്റെ ബില്ല് തന്നില്ല? ഇല്ല, ബില്ലതല്ല, അത് ഫോണിൽ ഇതുണ്ടോ പ്രാവശ്യം ഒരു കംപ്ലൈൻറ്റ് ഇതാ. ഇത് ബോഡിക്ക് ടച്ച് ഉണ്ടായിരുന്നു ആണോ? വെൽക്കം ബാക്ക് ചെയ്യാം. ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് ഒരു വീട്ടിൽ 2 പ്രാവശ്യമായിട്ട് അധികമായിട്ട് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം 8,000 സംതിങ് വന്നു. ആ സമയത്ത് അവർ KCB നിന്ന് വന്നിട്ട് വിത്തൗട്ട് ചെക്കിങ് അവർ മീറ്റർ മാറ്റി വെച്ച് കൊടുത്തു. രണ്ടാമത് വന്നത് അവർക്ക് 20,000 രൂപയാണ്. അപ്പോൾ അവിടെ നമ്മൾ 20,170 ആണ്. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അവിടെ ചെക്ക് ചെയ്യുന്ന വീഡിയോസാണ്, ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വീണ്ടും വരുന്നതാണ്. സിംഗിൾ ഫേസിന് നിങ്ങളെ ലാസ്റ്റ് ബില്ല് എത്രയാന്ന് പറഞ്ഞ 20 അല്ലേ? മീറ്റർ റീഡിങ് എടുത്തേക്ക് പോലൊന്നും പറഞ്ഞില്ല. നിങ്ങളെ ലാസ്റ്റ് ബില്ല് എത്രയാന്ന് പറഞ്ഞ 20 അല്ലേ? മീറ്റർ റീഡിങ് എടുത്തേക്ക് പോലൊന്നും പറഞ്ഞില്ല. ഓല് ചെക്കിംഗ് ഒന്നും ചെയ്തില്ല ആദ്യം? പിന്നെ ആദ്യം തന്നെ മീറ്റർ മാറ്റി ചെയ്തല്ലേ? ഒരു കാര്യം നിങ്ങൾ KCB കൊടുത്ത നമ്പർ അറിയോ നിങ്ങൾക്ക്? KCB കൊടുത്തേ ഇതിന് മുമ്പ് ഇതായിട്ട് വയറിങ്ങനെ ചെയ്തപ്പോൾ സ്വിച്ച് ബോർഡിൽ മണ്ണ് അങ്ങനത്തെ പ്രശ്നം ഉണ്ടാകുന്നു. ഇതിൻ്റെ കൺസ്യൂമർ നമ്പർ എത്ര? ഒരു ബില്ലും വന്നിട്ടുണ്ടോ? അല്ല, ഇതിന്റെ മുമ്പത്തെ മതി കൺസ്യൂമർ നമ്പറിന്. 8022221660. നിങ്ങളെ കൊടുത്ത മൊബൈൽ നമ്പർ അറിയാം? 9847 ലാസ്റ്റ് ബില്ല് 20,170 അല്ലേ? ജസ്റ്റ് 6 സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഇതെടുത്താൽ മതിയടാ. മറ്റേ എടുത്തോ, ഡ്രിൽ ബോക്സ്. മറ്റേത് മഞ്ഞ. ഇതില് ഇതൊന്നും വർക്ക് ചെയ്യണില്ലേ? ഇത് ഒരു ബില്ല് കൂടിയപ്പോ മാറ്റിയാണ്. ഏത് DBO? പക്ഷെ ഈ ഇത് ഒഴിവാക്കിയിട്ടിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ഒഴിവാക്കിയിടാൻ പറ്റൂലേ? കാരണം ഇത് എപ്പോഴാണ് ഒഴിവാക്കിയിടുകാരോ? ഒരു ലീക്ക് വന്നിട്ട് അത് കണ്ടുപിടിച്ചാൻ പറ്റാതെ അതിൽ കുടുങ്ങുമ്പോഴാണ് ഇത് വന്ന് കണക്ഷൻ ഒഴിവാക്കിയിട്ട് പോവുക. കാരണം ഓൽക്ക് അപ്പാണ് വർക്ക് കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടേ. ഇതിപ്പോൾ ഉണ്ടോ, ഇത് കറക്റ്റ് വർക്കിംഗ് അല്ല. ഇത് കറക്റ്റ് വർക്കിംഗ് ആണെങ്കിൽ ഇപ്പോൾ ഇത് നിൽക്കുന്ന സമയത്ത് ഇത് ട്രിപ്പാണ് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് എവിടെ കറണ്ട് ലീക്കായാലും ഇത് ഓഫ് ആകത്ത്. കറണ്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഓഫ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും എവിടെ ലീക്ക് ഉണ്ട്. ഇത് ഓഫ് ആകാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ യാതൊരു മാർഗ്ഗമില്ല. DB അയക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സ്ക്രൂവിൽ ടച്ച് ചെയ്ത സമയത്ത് തന്നെ ഷോക്ക് ഏറ്റു. കാരണം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ലീക്കേജ് നടക്കുന്നത് മനസ്സിലായി. ഇതൊക്കെ മറ്റേ ചെറിയൊരു ലീക്കേജ് ഡസ്റ്റർ ഉണ്ടാവും ഇതിൽ. ഞാൻ നല്ല മാറ്റിയിട്ടാ അതിൻ്റെ റെഡ് കോഡും കൊണ്ട്. DB തന്നെ പ്രശ്നമുണ്ട്. ഒരു പ്രശ്നം DB തന്നെ ഉണ്ട്. നല്ല കറണ്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഡ്രില്ല് മറ്റേ സെറ്റ് ഉണ്ട്, നമ്മൾ ഊരിന് ഇങ്ങോട്ട് എടുത്തോ, ബോക്സ് ഇങ്ങോട്ട് എടുത്തു. എർത്ത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് ഇവിടെ ഷോക്കണില്ലേ? ഇതൊരു കാര്യം ചെയ്യോ, എന്താ പോയിട്ട് പോലെ സപ്ലൈ മെയിൻസ് ഫ്യൂസ് വരെ ഇൻവേർട്ടർ ഇല്ലല്ലോ.
ഇൻവെർട്ടർ ഉണ്ട്. എന്നാ ആവും നോക്കട്ടെ. ഇതിന്റെ ചോട്ടില് ഉണ്ട്. സ്ഥലം ആ പോരെ പോരെ. ഇൻവേർട്ടർ അതിൻ്റെ സ്വിച്ച് ഓഫ് ആയിക്കണം. ഫ്രണ്ട് സ്വിച്ച് ഓഫ് അല്ലടാ. സ്റ്റെക്ക ഇറുമ്പിൻ്റെ നല്ല പ്രശ്നമുണ്ട്. ഉണ്ട് ഇതിലുണ്ട്. പ്രാവശ്യേ ഒറ്റ സെക്കൻഡ് കൂടി പുറത്തത്തെ ഓണാക്കിട്ടോ. ആ പുറത്തത്തെ സപ്ലൈ ഓണാക്കി. എന്ത് ഇതല്ലേ ഇത്? ഇതിൻ്റെ അപ്പുറത്ത് ടോയ്ലറ്റ് ഒന്നുമില്ലല്ലോ. ഇത് നേരെ അപ്പുറത്തോ? ഓണായിക്കോ. അവിടുന്ന് ടോയ്ലറ്റ് മാറ്റിയപ്പോഴേക്ക് താൽക്കാലികമായിട്ട് എടുത്ത ടോയ്ലറ്റാണ്. ആണല്ലേ? കൂടുതൽ യൂസിങ്ങൊന്നുമില്ല. ഇതുണ്ടല്ലേ ഈ ഇതൊന്ന് ഇങ്ങോട്ട് വിളിക്കാം. ഈ ഇതുണ്ടോ? ഇത് വല്ല ഒഴിവാക്കിക്കണോ PLC? ആ ഓക്കേടാ വാ. അതാണ് ഒഴിവാക്കി കണ്ടല്ലേ. ആ ഇൻവേർട്ടറിൻ്റെ സ്വിച്ച് ഒന്ന് ഓണാക്കുക ഫ്രണ്ട്. ആ സ്റ്റെക്ക ഇൻവെർട്ടർ ചിലപ്പോൾ ഊരിട്ടുണ്ടാവും. ഇൻവേർട്ടർ അപ്പോൾ നെല്ലെന്ന് വർക്ക് ചെയ്തില്ല? ഇല്ല, നെല്ലെന്ന് വർക്ക് ചെയ്തില്ല. കറണ്ടിന്ന് ഇത് കൊടുക്കൂലേ? ആ വേറെ കറണ്ട് കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ. രണ്ട് വെച്ച് കൊടുക്കണം ഇതിലും പ്ലഗില്. ഓഫാണല്ലേ? ഇതുണ്ടോ പ്രാവശ്യം ഒരു കംപ്ലൈൻറ്റ് ഇതാ. ഇത് ബോഡിക്ക് ടച്ച് ഉണ്ടായിരുന്നു. ആണോ? റെക്കോർഡാണോ? ആ അത് കാരണം സപ്ലൈ നല്ല ഇവിടെ ഒന്നുണ്ട്. ഈ മണ്ണിൻ്റെ ചെക്ക് ചെയ്തിട്ട് ഈ ഇല്ല RCCB ഒഴിവാക്കിക്കണു. അതപ്പോൾ അത് എന്തുകൊണ്ടാണ് നോക്കിയിട്ട് അത് മാറ്റണം. അത് അവിടുന്ന് ആദ്യം തന്നെ മുമ്പത്തെ ഇലക്ട്രീഷ്യൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഒഴിവാക്കിയിട്ടതാണ്. പഴയതായത്തെ വയറിങ് ആവട്ടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒഴിവാക്കിയേക്കാം. ഇപ്പോൾ ബോഡി ടച്ചിൽ മാറിയില്ലേ അത്? മാറി. അതിപ്പോൾ ഇത് ബോഡി ആയിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടാവും. മോശമൊന്നല്ല. ഇപ്പോഴോ ഓൾറെഡി അവിടെ RCCB ഡിസ്കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മൾ പുതിയൊരു RCCB ഇട്ട് ലൈനുകളിലെല്ലാം എവിടെയെങ്കിലും ലീക്കേജ് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു RCCB ഇട്ട് നമ്മൾ വീണ്ടും കണക്ട് ചെയ്തിട്ട് എല്ലാ ഏരിയയും ചെക്ക് ചെയ്ത് വന്നു. നിങ്ങൾ എല്ലാ ഏരിയ ഒന്ന് ഓണാക്കി വയ്ക്കും സപ്ലൈ. പിന്നെ നമ്മൾ എല്ലാ സോക്കറ്റ്സും നമ്മൾ സോക്കറ്റ് ടെസ്റ്റർ വെച്ചിട്ട് എർത്തും ഫേസും ന്യൂട്രലും ട്രിപ്പിംഗ് റേഞ്ച് എല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തു. അങ്ങനെ ചെക്ക് ചെയ്ത് വരുന്ന സമയത്ത് ചില സ്ഥലങ്ങളിൽ ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ബോർഡ് അയച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ ലീക്കേജ് പ്രോപ്പറായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻസുലേഷൻ പ്രോപ്പർട്ടിയൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ഉറപ്പ് വരുത്തി വേറെ ഇനി ആ വീട്ടിൽ ലീക്കേജ് നടക്കാനുള്ള സാധ്യതകളൊന്നും ഇല്ലയെന്ന് നമ്മൾ ഉറപ്പ് വരുത്തി ഫിക്സ് ചെയ്ത് നമ്മൾ വീണ്ടും DBയിലോട്ട് വന്ന് DBയിലെ കാര്യങ്ങളൊക്കെ കൃത്യമാക്കി.
അതുപോലെ അവിടുത്തെ വാല്യൂസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മെഷർ ചെയ്ത് വെക്കുക, നോട്ട് ചെയ്ത് വെച്ചു. നമ്മുടെ വ്യത്യാസം നമുക്ക് ഓരോ ദിവസത്തിലും അവിടെ ഉപയോഗിക്കുന്ന യൂണിറ്റ് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളത് കൃത്യമായിട്ട് നോട്ട് ചെയ്തു. അതുകൂടാണ്ട് നമ്മളെ വീട്ടിൽ എപ്പോഴും സബ്മേഴ്സിബിൾ മോട്ടോഴ്സ് ആണെങ്കിൽ അതിൻ്റെ എത്ര ആംബിയർ എടുക്കുന്നുണ്ട്, എത്ര വാട്ട്സ് എടുക്കുന്നുണ്ടെന്ന് കൃത്യമായിട്ട് നമ്മുടെ മീറ്റർ വെച്ച് നമ്മൾ ചെക്ക് ചെയ്തു. ഓരോ സമയത്തും വർക്ക് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം കറണ്ട് കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതെല്ലാം നോർമലാണെന്ന് മനസ്സിലായ സമയത്ത് നമുക്ക് കാലപ്പഴക്കം കൊണ്ട് വരുന്ന സാധാരണ രീതിയിലുള്ള ചെറിയ ലോഡ് എടുക്കുന്നുള്ളത് മനസ്സിലായി. പിന്നെ ഡി ബി നമ്മൾ എന്ത് ചെയ്തു, ഡി ബി അവിടുന്ന് പൊസിഷൻ മാറ്റി വെക്കുന്നുണ്ട് ആ വാൾ നനയുന്നതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ RCCB കണക്ട് ചെയ്ത് ഡി ബി ഫിക്സ് ചെയ്തു, ലീക്കേജ് ഒന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തി. നമ്മുടെ വർക്ക് ആ ഡി ബിയിലുള്ള വർക്കുകളൊക്കെ കഴിഞ്ഞു. ഡി ബിയിലൊരു വയർ നല്ലതായിട്ട് ലീക്ക് ഉണ്ടായിരുന്നു, ബോഡി ടച്ച് ഉണ്ടായിരുന്നു, അത് ഒഴിവാക്കി. പിന്നെ നമ്മൾ കണ്ടുപിടിച്ച കംപ്ലൈൻറ്റുകളൊക്കെ ഓരോന്ന് നമ്മൾ സോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ആ ഡി ബിൻ്റെ വർക്ക് തീർത്ത് അത് ക്ലോസ് ചെയ്തു. അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളവിടെ കുറച്ച് മെയിൻ്റനൻസുകൾ അവർക്ക് ചെറിയ മെയിൻ്റനൻസുകൾ ചെയ്ത് കൊടുത്തു. അത് കൂടാണ്ട് അവിടുത്തെ എർത്തിൻ്റെ വാല്യൂ കൂടെ നമ്മളെടുത്തു. RCCB ട്രിപ്പിംഗ് ഇഷ്യൂ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എർത്തിൻ്റെ വാല്യൂ, അതല്ലെങ്കിൽ എർത്ത് നമ്മൾ പുതുതായി കൊടുക്കണമെന്ന് നോക്കി. അപ്പോൾ എർത്തിൻ്റെ വാല്യൂ വളരെ മോശപ്പെട്ട റേഞ്ച് അല്ല, എന്നാലും എർത്ത് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ അവരോട് സജസ്റ്റ് ചെയ്തു, എർത്ത് മാറ്റുന്നത് നല്ലതാണ്. ഇപ്പോൾ വാല്യൂ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. എർത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അകത്ത് നിന്ന് തന്നെ ഫേസും ന്യൂട്രും, ഫേസും എർത്തും ന്യൂട്രും തമ്മിലുള്ള വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നോക്കാറുണ്ട്. അങ്ങനെ എർത്ത് വലിയ കുഴപ്പമില്ലാന്ന് നമ്മുടെ എർത്ത് റെസിസ്റ്റൻറ്റ് ടെസ്റ്റർ വെച്ച് ചെക്ക് ചെയ്ത സമയത്തും വാല്യൂ മോശമില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഈ എർത്ത് റെസിസ്റ്റൻറ്റ് ടെസ്റ്റർ എങ്ങനെ ഉപയോഗിക്കുക എന്നൊക്കെ ഉള്ള വീഡിയോ നമ്മൾ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേജിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി നമ്മുടെ അവിടെ നിന്ന് മെയിൻ്റനൻസ് കഴിഞ്ഞ് പോന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവർക്ക് ചെയ്യാനുള്ളത് ഇവരെ ഓൾറെഡി KCBയിൽ കൊടുത്തിട്ടുള്ള കണക്റ്റഡ് ലോഡ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. പണ്ട് ഒരു നിലയായിരുന്ന സമയത്ത് അവർ കണക്ഷൻ എടുത്തതാണ്. അപ്പോൾ അതെന്തായി, ഫസ്റ്റ് ഫ്ലോറൂടെ എടുത്ത് അപ്സ്റ്റെയറിലുള്ള ഒരു വീടായിട്ടുണ്ട്. അപ്പോൾ ലോഡ് സ്വാഭാവികമായിട്ടും കൂടിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എൻഹാൻസ് ചെയ്യണം. അത് നമ്മൾ ലീഗലി ചെയ്തിരിക്കേണ്ട കാര്യമാണ്, അത് ചെയ്യണം. അത് കൂടാണ്ട് കഴിഞ്ഞ ബില്ലിൽ വന്നിട്ടുള്ള കുറച്ച് വ്യത്യാസങ്ങൾ KCBയിൽ ഡിസ്കസ് ചെയ്തിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതൊക്കെ നമ്മൾ തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നതാണ്. പിന്നെ ഇവിടെ ഈ വീട്ടിൽ അവരുടെ ക്യാമറ അങ്ങനെ 1-2 കാര്യങ്ങൾ ചെറിയ മെയിൻ്റനൻസ് ആവശ്യമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തു. ഇങ്ങനെ ചെക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻറ്റ് ടെസ്റ്റ്, എർത്ത് റെസിസ്റ്റൻറ്റ് ടെസ്റ്റ്, അതുപോലെ ലീക്കേജ് ടെസ്റ്റ്, എക്യുപ്മെൻറ്റ്സ് ഓരോന്നിലും എത്ര ലോഡ് എടുക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് സാധാരണ അവർ ഉപയോഗിക്കുന്ന ലോഡ് അനുസൃതമായിട്ടുള്ള കറണ്ടേ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ലീക്കേജ് ഉണ്ടായതുകൊണ്ടാണ് ഇത്രത്തോളം ബില്ല് വന്നത്. ഒരു 20,000 അതല്ലെങ്കിൽ 8,000 ഒക്കെ ബില്ല് വന്നത് അവരെ ആ ഒരു ലീക്കേജ് കാരണമായിരുന്നു. അത് ഫൈൻഡ് ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വർക്ക് എടുക്കുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ തൊട്ടടുത്ത വീഡിയോകളിൽ നമ്മളത് പരിഹരിച്ചിട്ടായിരിക്കും നമ്മൾ ആ ചെക്കിങ്ങിൻ്റെ വാല്യൂസിനും കാര്യങ്ങളും ഡീറ്റെയിൽ ആയി പറഞ്ഞുള്ള വീഡിയോസ് ആയിരിക്കും ഇടുക. അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടുത്തെ വർക്ക് കഴിഞ്ഞ് പോകുന്നുണ്ട്. പറഞ്ഞത് രണ്ടാമത് അത് കാരണം അവർക്ക് ലീക്കായി പോണത് അവർ അറിഞ്ഞിട്ടേ ഇല്ല ഇതുവരെ. 20,000 ബില്ല് വരിക എന്നൊക്കെ പറയുമ്പോൾ അത് അത്രയും അറിയാതെ പോയതുകൊണ്ടാണ് മെയിൻ കാരണം. അതെ, പിന്നെ അവിടെ അതുമല്ല, ജനൽമയൊക്കെ തൊടുന്ന സമയത്ത് ഫ്രിഡ്ജിൻ്റെ ബോഡിയിലൊക്കെ ടച്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഷോക്ക് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ കറണ്ട് ലീക്ക് ആയതുകൊണ്ട് ആ എർത്തിൽ കൂടെ കിട്ടിയിരുന്നു. അതെ, ഇപ്പൊ നമ്മള് ക്ലിയർ ചെയ്തതിനു ശേഷം അതല്ല, ഒരു വരുന്ന മെയിൻ ഫേസ് ആണ് ബോഡിയിൽ ടച്ച് ആയി കിടക്കുന്നത്. അതെ, ബോഡി എർത്ത് ബാറിൽ കണക്റ്റഡ് ആയി കിടക്കണം. ഒരുപാട് ലീക്കേജ് സംഭവിച്ചു.